നാടകം 2 നരകൾ. നാടകം തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോണുകളൊക്കെ നിർത്തേ. എല്ലാവരും ഫോൺ സൈൻ ചെയ്തു എടുക്കെടുക്കെ. എല്ലാവരും ചെക്ക് ചെയ്യും. ചേട്ടാ സ്വിച്ച് ഓഫ് ചെയ്യണ്ട, സ്വിച്ച് ഓഫ് ചെയ്യണ്ട, സ്വിച്ച് ഓഫ് ചെയ്യോ ഫ്ലൈറ്റ് മോഡ് ആക്കൊന്നും വേണ്ട. എല്ലാവരും സൈൻ ചെയ്യണം. ചെയ്തോ? പിന്നെ മറക്കാതെ നെറ്റിന്റെ കണക്ഷനും കൂടെ എല്ലാവരും ഒന്ന് ഓൺ ചെയ്തിട്ടേക്കെ. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്: മദ്യപാനം, പുകവലി ആരോഗ്യത്തിന് ഹാനി. സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയൊക്കെ പിടിച്ചറിഞ്ഞ് വരണ്ടേ? അവർ വരും. അവനൊന്നും കൊടുക്കണ്ട. ഉണ്ടീരെ കൊച്ചിന്റെ ജമ്മാണല്ലേ? അവർ വരും. കേശവരി ജാനി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 40-45 കൊല്ലം. ചിലപ്പോ തോന്നും ഇത്രയും നൈസ് കപ്പിൾസ് ലോകത്ത് വേറെ കാണില്ല. എന്നാൽ ചില നേരത്ത് ഇതുപോലെ 2 എണ്ണം ഇവര് കല്യാണമായി കഴിക്കാൻ പാടില്ലായിരുന്നു തോന്നിപ്പോ. ഇവർക്ക് 2 മക്കളാണ്, ഉണ്ണിയും മണിച്ചി. ഞാനും ഉണ്ണിയും മണിച്ചൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. പഠിച്ചത് നമ്മുടെ ബഷീർ പള്ളിക്കൂടത്തിലായിരുന്നു. അവളെ +2 കഴിഞ്ഞപ്പോൾ സ്കൂളുകാരി തന്നെ ജർമ്മനിയിൽ വിട്ട് പഠിപ്പിച്ച് ഇപ്പം അവിടെ ഡോക്ടറാണ്. ഉണ്ണി അങ്ങ് UK. അവര് പണ്ട് പഠിക്കാൻ എടുക്കലായിരുന്നു. ഞാനെന്ന് പറയുമ്പോ അമ്മായി നേരത്തെ പറഞ്ഞില്ലേ പ്രകാശ്, അത് ഞാനാണ്. പിന്നെ നമ്മുടെ കേശവന്മാരും കേശവന്മാന്ന് ഇങ്ങനെ വിളിക്കുന്നവരാണല്ല, പുള്ളി ആകെ ശീലാക്കും. പണ്ടെന്നെ വയലിൽ കൂടെ വെട്ടോത്തിയിട്ട് വെട്ടാനൊക്കെ ഓടിച്ചിട്ടുണ്ട്. സ്നേഹം കൊണ്ടാണ്, ഭയങ്കര സ്നേഹമാണ്. പുള്ളിക്ക് എന്നോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഉണ്ണിയുടെ കൊച്ചിന്റെ പിറന്നാളാണ് നാളെ. പിറന്നാളായിട്ട് ഉണ്ണി മണിച്ചൊക്കെ വരുമെന്ന് മാമി നേരത്തെ പറയണേ. വരട്ടെ, എല്ലാരും വരട്ടെ, പോകാം. തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നത് വയസ്സുകാലത്ത് തട്ടിമുട്ടി വീണല്ലേ.
കണ്ണടി ഇന്നും കൂടെ ഒന്ന് നോക്ക്. കേശവേണ്ടൊരു കണ്ണൊന്നും കണ്ടുടനേ. ഓ, ഇള്ളോളം പെൻഷൻ കിട്ടണത് കൊണ്ട് വാങ്ങിച്ച പിച്ചാത്തിയും കൊണ്ട് തുലച്ചാടി നീ. എല്ലാം നശിപ്പിക്കാനായിട്ടുണ്ടായ ഒരു ജന്മം. ഓ, അവളെ ഒരു കുടുംബം. ഉത്തരം ചെയ്തു ആണുങ്ങളെ വശത്താക്കണ കുടുംബം. എന്റെ കുടുംബത്തിന് എന്തൊരടി ഒരു കുഴപ്പം? എല്ലില്ലാത്ത വാറുണ്ട് അവള് കൂവലോട് കൂവല്. കല്ലറ ചന്ത എന്നടി അങ്ങ് സിലോണായത്. അയ്യോ, രാഘവമന്ത്രം കേട്ട് കേട്ട് മടുത്ത് ആ തള്ളേരെടുത്ത് പറഞ്ഞതാ ഈ മൂദേവിയെ എന്റെ തലയെ പിടിച്ച് കെട്ടരുത് കെട്ടരുതെന്ന്. അതൊക്കെ പോട്ടടി. നീ ആ കണ്ണാടി ഒന്ന് നോക്കിത്താ. ഈ വയറ്റി കിടക്കണതൊന്നും പോയാലല്ലേ വായി കൂടെ ഇറക്കാൻ പറ്റുള്ളൂ. നീ ഒന്ന് നോക്കടി. ഞാനടി ഈ കേശവന്റെ കണ്ണാടി ഒന്ന് നോക്കിത്താടി. രാവിലെ ഇഞ്ചിയും വെളുത്തുള്ളി അരിച്ചിട്ട് നീ എവിടെയും പിച്ചാത്തി കൊണ്ട് വെച്ചത് പറയടി. നീ എവിടെ കൊണ്ടുവച്ച്? പിച്ചാത്തി ഇട്ട് ചെടിക്കൊണ്ട് അപ്പുറത്തെ തൊടിയിലും ആരും കാണാതെ തക്കടക്കാൻ പോയത് മറന്നാടി നീ. എവിടെ? നീ കള്ളം കാണിക്കാൻ പോയാ പോരാ, നിക്കാനും കൂടെ പഠിക്കണം. നീ പോയി എടുത്തോണ്ട് വാ. എടി നമ്മളെ പിള്ളേരുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ പോയി അവരെടുത്തോണ്ട് വന്നാനേ. കൊച്ചുങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ അവരപ്പോഴേ കേൾക്കും. നീ പറഞ്ഞ കുറെ കേക്കും. എടി എന്റെ പിള്ളേര് ഞാൻ പറഞ്ഞാലേ കേക്കോളൂ. എടി ഞാൻ പറഞ്ഞോണ്ടല്ലേടി അവർക്ക് ഈ ഗതിയൊക്കെ വന്നത്. അവരെന്തിന് അവര് മിഷ്യൻ പള്ളിക്കൂടത്തിൽ പോയതും അവരങ്ങ് അവിടെ ഡാക്ടർ പഠിക്കാൻ അയച്ചതും അങ്ങ് ജർമ്മനിക്കൊക്കെ അയച്ചത് ആരടി? ഞാൻ പറഞ്ഞത് കേട്ടോണ്ടല്ലേ. എന്റെ പിള്ളേര് ഞാൻ പറഞ്ഞതേ കേക്കും. നീ കണ്ടാടിയേ അവര് പെൻഷൻ കൊണ്ടുവരപ്പോ എപ്പോഴും ഞാൻ കപ്പലടി പോയിലേക്ക് നിനക്ക് വാങ്ങിച്ചു തരുമില്ലേ? ഞാൻ ഇപ്പോഴും വാങ്ങിച്ചു തരാം. എനിക്കിപ്പോ അതൊന്നും വേണ്ട. ഞാൻ പറയണ ഒരു സാധനം എനിക്ക് വാങ്ങിച്ചു തരണം. അതെന്തൊരു കുഞ്ഞുങ്ങളുടെ സാധനോട് എനിക്ക് വേണ്ടത്? പറയടി അങ്ങോട്ട്. അയ്യോ, നീ പറഞ്ഞു തോലക്ക്. എടി 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 യോ ജാനകി, കിടക്കണ്. എടി ഇവിടെ കാണണ്ട ഒരു അലമാര ഇരുന്നല്ലേ അതിനകത്ത് പിന്നെ അടുക്കി വെച്ചേക്കണത് എന്തോ മടി പറ. എന്തോ നിനക്കിപ്പോ ആരെ കല്യാണത്തിന് പോകാനടി നിനക്ക് പുതിയത് വേണമെന്ന് പറയുന്നത്? ചത്ത കിരിക്ക് കല്യാണോടി? ആണ്ടിന് ആരെങ്കിലും പുതിയ കൊടുത്തോണ്ട് പോവോടി? രാഘവന്റെ കിരി ഇത് രാഘവനെ കാണിക്കാനോ?
എടി ആ കണ്ണാടി ഒന്ന് നോക്കിത്താടി. എടി പേപ്പർ വായിക്കണം, ഒന്ന് നോക്കിത്താ നീ. ഞാൻ പറഞ്ഞ സാധനം എനിക്ക് വാങ്ങിച്ചു തരുമോ? വാങ്ങിച്ചു തരാം. നീ താടി കണ്ണാടി നീ താ. എന്തിനടി മൂക്കി തൊടുന്നത്? എന്താടി കാലടി ഇറങ്ങി അടിച്ചാടി. പിന്നെ എന്റെ മൂക്കിലാടി. എന്റെ മൂക്കിൽ എന്തിനടി? എന്റെ ജാനകിയേ, എനിക്കൊന്നും കണ്ടുകൂടായിരുന്നടി. ഒന്നും കാണാൻ വയ്യായിരുന്നു. അയ്യോ ജാനകിയേ, ജാനകി എനിക്കിപ്പോ എല്ലാം കാണാടി. അയ്യോ ഇതെന്താ ഞാന് നിനക്ക് എന്തൊരു ചന്തോടി ജാനകി, നിനക്ക് എന്തൊരു ചന്തോടി നോക്കട്ടടി. എടി ആരെ പോലെടി നീ സെറ്റ് എടുത്തേക്കണത്? എടി ആരെ കണ്ടാണ് നീ സെറ്റ് എടുത്തേക്കണത്? പറ, ആരെ കണ്ടടി പറയാ. ഇല്ലടി, ഇതുപോലെ ആരോ സെറ്റ് എടുത്ത് ആരടി? എടി എനിക്ക് വിശേഷിച്ചല്ലേ മാമിയൊക്കെ ഞാൻ വച്ചെന്നിട്ട് നമ്മള് രണ്ടും കൂടെ അശോക കൊണ്ടകല് സിനിമ കാണാൻ പോയില്ലേ? ആ സിനിമയില് രാഗിണി രാഗിണിയൊന്നും എന്താ രാഗിണിയെ പോലെ വരില്ല. ഇത് വേറെയാ. ദേവിലോട്ട അമ്പലത്തിൽ നമ്മളൊരു നാടകം കണ്ടില്ലേടി? തന്നെ. അയ്യേ, നായിക എന്ന് നിന്റെ വെട്ടത്ത് വരൂലടി. എവിടെ ആരെ പോലെ മുട്ടയിക്കണത് സെറ്റ്? അയ്യോ, ആരെ പോലെയാണ് സെറ്റ് എടുത്തേക്കണേട്ടാ. ജാൻ നീ എന്തോടുക്കും പോലെടി? എപ്പോ പറഞ്ഞടി? ഓ എന്നെ പിച്ചും പേക്കൊന്നും പറയാതാ. നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അതാണ് നിങ്ങൾ ഒന്നും മിണ്ടാതെ വിടുന്നത്. അയ്യോ ജാനകി, എനിക്ക് പറയണം, എടി എനിക്ക് പറയണം. ഞാൻ ആരെ പോലെ സെറ്റ് കൊടുക്കുന്നു? എനിക്ക് പറയണം. ജാനകി, പറയണം, ഞാനെ പോലെ സെറ്റ് കൊടുക്കണത്. എടി ജാനകി, ജാനകി എന്റെ കണ്ണാടി പറയുന്നത്. എടി എന്റെ കണ്ണാടി എടി കേശവന്റെ കണ്ണാടി താടി. ജാനകി, സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ ഇത് പൊട്ടിക്കും. എടി കണ്ണാടി ഇനി താടി. നിങ്ങളെ വേദനയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇപ്പൊ ഞാൻ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ നീ താ. പൊട്ടിക്കല്ലേ 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 ജാനകി നീ താ. പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ ഞാൻ പറയാം. ഓ ജാനകി, ജാനകി കേശവരണം ചുമ്മാ പറഞ്ഞതല്ലേ. കണ്ണാടി. അയ്യോ പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട.
പള്ളിക്കൂടത്തിന്റെ അങ്ങേറ്റത്ത്. സാരോന്യൊക്കെ വീട്ടിന്റെ അപ്പുറത്ത് ആരാ വീടടി? ലളിതയ്ക്ക് ചുരുണ്ട മുടി ഒരുപാടുള്ള ലളിതയ്ക്ക് വീടൊക്കെ അറിഞ്ഞൂടെ? സാരോന്യൊക്കെ വീട്ടിന്റെ അപ്പുറത്ത് തല്ലടി ഇളയവള് ലില്ലി. ലില്ലി എന്നോട് പഠിച്ചതല്ലേ? ലില്ലി അല്ലടി, അതിന്റെ അപ്പുറത്തെ രണ്ടു മൂന്ന് ചട്ടക്കാരികൾ താമസിക്കണം. നീ കണ്ടിട്ടില്ലേ? അവിടെ ത്രേസ്യ എന്ന് പറഞ്ഞ നല്ല പൊക്കമൊക്കെ ഉള്ള വെളുത്തവര്, അറിയാമോ അവരൊക്കെ? ത്രേസ്യ ഇന്നാള് ഇതുപോലെ സെറ്റ് എടുത്തുകൊണ്ട് പോണത് ഞാൻ കണ്ട്. ലില്ലി വേറെ, ലില്ലി വേറെ, ത്രേസ്യ സെറ്റ് എടുക്കും പോലെ ഇരിക്കണം. നീ ആ കണ്ണാടിക്ക് താ, കണ്ണാടിക്ക് താടി. പള്ളിക്കൂടത്തിന്റെ അടുത്താ. ഈ തോര മുടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നോട് പഠിച്ചടി. ചട്ടക്കാരി പെണ്ണ്. നിങ്ങൾക്കറിയാം 10-45 നിങ്ങളെ കൂടെ ഞാൻ പൊറുക്കാൻ തുടങ്ങി. നിങ്ങളുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിയ കണ്ണാടി മൂക്കടിയൊക്കെ കൊണ്ടുപോയി. എനിക്കിത് നിങ്ങളെ വേണ്ട. ഇത് കിട്ടാൻ വേണ്ടി തന്നടി ഞാനും നിന്നത്.
വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ഉള്ളത് പറയണേ. കണ്ണടി നീ ഇല്ലെങ്കിൽ എനിക്ക് കണ്ണാടി എടുത്തു തരാൻ പോലും ആരില്ലടി. എനിക്ക് ഞാനും നിനക്ക് നീ, എനിക്ക് നീയും നിനക്ക് ഞാനും മതിയടി. ഞാൻ ഒരു കാര്യം പറഞ്ഞ നിനക്ക് വേറെ ഒന്നും തോന്നരുത് കേട്ടാ. നീയേ വീട് കടന്നപ്പോഴേ ആ എരപ്പാടി ചെറുക്കനെ വിളിച്ചത് എനിക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടം. ഇത് ആരൊക്കെടി വന്നിരിക്കണത്? എത്ര പേരടി? ഒരു കാര്യം തീർച്ചയായി നമ്മളെ ഉണ്ണി മടിച്ച് ഇന്ന് വരുമടി, വരും. എന്തിനാ നമ്മളെ ഉണ്ണിയെ കണ്ട് വേറെ ഇറങ്ങാൻ വന്നാടി, അല്ലാതെ പിന്നെ അല്ലടി ഉണ്ണിയെ കാണാൻ വന്നവരാണ്. എവിടെടി? അല്ലടി എടി നമ്മളെ ഉണ്ണിമോ പറഞ്ഞിട്ടില്ലടി കമ്പ്യൂട്ടറാണ് ലോകത്തിൽ വലുതെന്ന്. അവൻ ബ്രിട്ടീഷില് കമ്പ്യൂട്ടർ അല്ലേ എടി? എവരൊക്കെ ഉണ്ണിയെ കണ്ട് വേല ഇറക്കാൻ വന്നവരാണടി. മൂത്തോര് പറയണത് തന്നെയാണ് ഈ കാര്യം. മൂത്തോര് എടി, മൂത്തോര് പറയണതല്ലേ കാര്യം എടി. അപ്പൊ ഞാൻ പറയണതല്ലേ കാര്യം? ഇവരെല്ലാം ഉണ്ണിയെ കാണാൻ വന്നതാ. അവൻ പറഞ്ഞിട്ടുണ്ട് അവിടെ കമ്പ്യൂട്ടറാണ് ലോകത്തിൽ വലുത് വലുത് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടടി. ഒരു വടിയും വെച്ചോണ്ട് ഒരാള് ഒരു മോളിരിക്കണില്ലേ എടി. ഇന്നോളെ ഞാൻ ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ വന്നപ്പോ ഇയാളെ ഉണ്ടായിരുന്നു. ഇയാളെ എന്നെ കണ്ടോടനെ കുശി കുശിക്കണം. മോള് കമ്പ്യൂട്ടർ പഠിച്ചതാണ്, ബ്രിട്ടീഷിൽ പോണോന്ന്. അവൾക്കൊരല്പ യഥം വെച്ചപ്പോ അവള് കണ്ണം തിരിവ് പറഞ്ഞു തുടങ്ങിയേ. ഊരേവി എന്റെ ഉടുപ്പ് നോക്കടി, അതിന്റെ ചേപ്പേറ്റ് മൊത്തം കീറിപ്പോയി. എടി ഉണ്ണി വരപ്പം ഇതിട്ടോണ്ട് നിക്കണ്ടേ? നോക്ക് എന്ത് പറ്റി, അത് മൊത്തം കീറിപ്പോയി അല്ലേ? കീറണം നീ എന്തൊരു ചെയ്യണോടി? അത് തയ്ക്കണം. തയ്ക്കണമെങ്കിൽ എന്തൊരു വേണം? സൂചി നൂലും വേണം.
അയ്യോ, കാലത്തെ ഒരു പിച്ചാത്തയും കണ്ണാടിയും കണ്ടുപിടിക്കാൻ ഞാന് നീയും കൂടെ എന്തൊരു പെടാപ്പാട് കുട്ടടി. നീ എങ്ങനെയടി നമ്മൾ ഇച്ചിരി ഉള്ള സൂചി കണ്ടുപിടിക്കുന്നത്? നിനക്ക് എന്തോന്നടി ഒരു കഴിവ്? കലണ്ടറും പാലിന്റെ മുട്ടയിലൊക്കെ കടകടി വയ്ക്കാൻ. പിന്നെ കൊച്ചിങ്ങൊക്കെ അത് വല്ലാതെ അറിയാമോ? സൂചി നൂലും വെച്ച് കീറി പോയതൊന്ന് തക്കാറിയാമോ? ഇതുപോലെ ഒരു ഓട്ട വീണ അവരപ്പഴു ഓടും കടയിൽ തയ്ക്കാൻ. ഇപ്പോഴത്തെ കൊച്ചുങ്ങളെ വീഴുന്നത് കമ്പ്യൂട്ടർ മാത്രമേ അറിയാവൂ. നമ്മളെ ഉണ്ണി മോന്റെ കമ്പ്യൂട്ടർ. ആദ്യത്തെ പെൻഷൻ കാശ് വീട്ടിക്കൊണ്ട് തന്നപ്പോ പോയി വാങ്ങിച്ച ഉടുപ്പാണ്. എന്റെ ഉണ്ണിക്ക് ഇതെന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? അവൻ വരപ്പ ഇന്ന് ഇത് തന്നെ ഇട്ടുകൊണ്ട് നിക്കണം. എല്ലാം ഇത് ചേപ്പേറ്റ് മാത്രമേ തീരുകയുള്ളൂ കേട്ടാ. കിട്ടിയാടി ഈ സൂചി നൂലും നൂലിരിക്കാം. തല തിരിച്ചു പിടിച്ചേക്കണ സൂചി. ഇത് കൂടെ വീണ്ടും പോയി അങ്ങോട്ട്. എന്നെ ഒന്ന് പറ്റേടി, അത് തുപ്പല് കുഴപ്പമില്ല. പിടിക്കുന്നതാണെങ്കിൽ എനിക്കിത് തയ്ക്കാനുള്ളതാണ്. മര്യാദയ്ക്ക് അവിടെ സൂചി മൊത്തം തള്ളിയിട്ട് മര്യാദ എടുക്കുന്ന സൂചി ഇനി മര്യാദ എന്ത് ചെയ്യുന്നു? വരിയല്ലേ രണ്ടുമൂന്ന് വരി നോക്കി അങ്ങോട്ട് നോക്കണം. പിള്ളേരെ കൊണ്ട് പറ്റിട്ടടി. നീ ആരായിരിക്കും?
ഒന്ന് പൊരിക്ക പോലെ പെട്ടെന്ന്. എന്നാല് ഉണ്ണി വരപ്പ തറ്റിയാണ് എനിക്ക്. കമ്പ്യൂട്ടർ എന്റെ ഉണ്ണി നീ എന്തിനു പോണടി? ഇഞ്ചിക്കറി വെക്കാനാ? എന്റെ പിള്ളേർക്ക് ഞാൻ വെച്ചാലേ അവർക്ക് ഇഷ്ടാവും. ഞാൻ വെച്ചോളാം. നീ വെക്കാന് പോയിട്ട് വരപ്പഴേ അതും കൂടെ എടുത്തോണ്ട് വാടി. എനിക്കൊരു ആഗ്രഹം അതൊക്കെ കാണാൻ.
किसकी लोग कपड़े उड़ते हैं, मरी उड़ते हैं, उड़ीने उड़ते हैं। अरे किसकी लोग ने हाथ उड़ते कोयल चिड़िया है, चिड़िया रानी कोयल है। भगवाने कोयലിനൊന്നും വരുത്തരുതേ ഭഗവാനെ. ചിറകാലി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്യമാം രണ്ടക്ഷരം കുറഞ്ഞു കിട്ടുകില്ലത് മഞ്ചരിയായിരുന്നു. എന്റെ മഞ്ചരിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. You please allow me to dip my digital extremity into the odoriferous conductivity and toss a pinch of pulverized atom. Oh, which will enter through a second way. അയ്യോ ആചാരനീയുടെ തല തൊട്ടിത്തെറിക്കണേ. ഭഗവാനെ എന്റെ ലില്ലിയെ കാത്തോണേ, എന്റെ ലില്ലിയെ കാത്തോണേ. ലില്ലിയായ നമ, ലില്ലിയായ നമ. മക്കളെ നിങ്ങൾ ആരെങ്കിലും കണ്ട ഇങ്ങനെ കണ്ണുപിടിക്കണത് കണ്ണുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ണുപിടിച്ചാലേ ഈ കസേര ഇരിക്കുള്ളൂ. കള്ളു കുടിച്ചില്ലടി, കുടിച്ചില്ല. കണ്ട കണ്ട അങ്ങനെ ഇംഗ്ലീഷ് പറയണ വേണ്ട. ഇംഗ്ലീഷ് പറഞ്ഞാൽ അങ്ങനെ കള്ളു കുടിച്ചിരിക്കും. അയ്യോ അങ്ങനെ കള്ളു കുടിച്ച്. തങ്കമേ നീയാണ് സത്യം. നീ ജാമ ഞാൻ കള്ളു കുടിക്കവേ ഇല്ലടി. നിന്നെ കാണാൻ എന്തൊരു തന്നോടി, എന്തൊരു സുന്ദരിയടി നീ നോക്കടി. എല്ലാം കിഴിച്ചിരിക്കണം. അതൊക്കെ എന്റെ ബില്ലി. അയ്യോ ഞാനൊക്കെ കേശവേദന നോക്കടി. എടി നീ കേശവേദന നോക്കടി. കേശവേദന അന്നും അണ്ണൻ ഇന്നും അണ്ണൻ നോക്ക്. എന്റെ എടി അമ്മച്ചി മോനുമായ സ്റ്റാമ്പ് ഒട്ടിച്ച് തന്നെ ഇരിക്കും. അത് നിന്റെ കയ്യിലിരിപ്പടി, കയ്യിലിരിപ്പ്. എന്റെ അമ്മായി അമ്മേരെ കൊണവതിയാര എന്റെ ഭഗവാനെ പറയണ്ട. എന്താ കുഴപ്പമൊന്നാടി എടി, എന്താ കുഴപ്പമൊന്നാടി എടി? കല്യാണത്തിന്റെ അന്ന് മുതൽ പറയണത് 10 സെന്റ് തരാം, 10 സെന്റ് തരാം. എന്റെ അമ്മച്ചീരെ എന്റെ മര്യാദ തരാനുള്ളത് നിന്റെ അമ്മച്ചിയുടെ മര്യാദ.
ആരടി ഇതിനകത്ത് പൂ കൊണ്ടുവച്ചത്? അതല്ലേ ഞാനും ചോദിച്ചത്, ആരിതിനകത്ത് പൂ വെച്ചത്? ജാനകി, നിനക്കിത് ആര് തന്ന പൂ? ഒരുമാതിരി പറയുന്നത്. കള്ളം കാണിക്കണല്ലേ? കള്ളം കാണിക്കണത് ആരാണെന്നൊക്കെ അറിഞ്ഞ 45 വർഷമായി. ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഞാനും ഒഴിഞ്ഞു പോകില്ലായിരുന്നു. അന്നേ എന്റെ അപ്പം പറഞ്ഞതാ, നമുക്ക് ഇത് എന്താ വേണ്ട എന്താ വേണ്ട. അപ്പൊ എന്റെ അമ്മച്ചിക്ക് ഇത് കൂടിയേ തീരോളൂ. എന്താ ഇരിക്കണടി നിന്റെ എടുത്തോ. അതും കൂടെ എടുത്തോണ്ട് പോയി ഓർമ്മൊക്കെ ആയിട്ട് സൂക്ഷിച്ചേക്കണേ. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ കഥകൾ കാണാൻ പോക്കുണ്ടായിരുന്നു. അവര് കുറച്ച് താമസിച്ചു വന്നാലും മതിയായിരുന്നു. തള്ളേരെ ചരിത്രമൊക്കെ കേട്ടാ പിള്ളേർക്ക് സഹിക്കൂ. ആ പ്രകാശനാണ് അവിടെ ഉണ്ടായി ഇതൊന്ന് കത്തിക്കാനായിട്ട്. പിള്ളേരാരെങ്കിലും ഉണ്ടോ അവിടെ ഇതൊന്ന് കത്തിക്കാൻ? ഇതൊന്ന് കത്തിക്കടാ ചേർക്കാൻ. പറ്റുമെങ്കിൽ ഒന്ന് കത്തിക്കും. എന്റെ പിള്ളേർ വരുന്നതിന് മുമ്പ് എനിക്കിത് വെക്കാനുള്ളതാ. ഒന്ന് നോക്കടാ വെട്ടം അങ്ങോട്ട്.
ഇടയ്ക്കെങ്ങാനും എനിക്ക് ഇത് കഴിയുമോ ചിലപ്പോൾ. ഏതാണ്ട് ഒരു തൊണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ട് ഇതൊന്നും പറ്റൂലേടാ. രാവിലെ വന്ന് എനിക്ക് വായി നോക്കാൻ നീ പോ പറയാ. എന്നാലും അവൾ എന്റെ അടുത്ത് അങ്ങനെ ചെയ്തല്ലേ, അങ്ങനെ വിട്ടുകൊടുക്കുക. എനിക്കറിയണം ഇതെങ്ങനെയെന്ന് എനിക്കറിയണം. രാഘവൻ എന്റെ അടുത്ത് അത് കാണിക്കും. അവ ഒന്നും അല്ലെങ്കിൽ ഇരിയെ പ്രേമിച്ചല്ലേ കെട്ടിയത്. രാഘവനെ കൊണ്ട് എന്റെ അടുത്ത് അത് കാണിക്കാൻ അവനെ കൊണ്ട് പറ്റൂല. രാഘവ അത് കാണിക്കൂല. അവന് ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തേക്കുന്നു. പിന്നെ മണിച്ച് കൊച്ചുവള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ പശുവിനെ വിറ്റത് അവർക്ക് ഭയങ്കര തെണ്ടമായിരുന്നു. കറവക്കാരൻ കോവിന്ദന്റെ പാട്ടും കൂത്തും ഒന്നും എനിക്കന്ന് മനസ്സിലായില്ല. ഗോവിന്ദൻ എന്റെ അടുത്ത് അത് ചെയ്യൂല. അവൻ എന്തോത്തര സഹായങ്ങളാണ് ഞാൻ ചെയ്തു കൊടുത്തത്. ഗോവിന്ദൻ ചെയ്യൂല. പിന്നെ ആരായിരിക്കും ഇനി ഞാൻ തന്നെ കൊണ്ടുവച്ചതായിരിക്കും അതില്. എനിക്ക് ഓർമ്മ കാണുന്നില്ല. ഞാനായിരിക്കില്ല. എനിക്ക് ജാനകി നിന്റെ അടുത്ത് ആര് വന്നത് എന്റെ പെട്ടി പറയാനായിട്ട്? എടി, എനിക്ക് വേണ്ടപ്പെട്ട പല സാധനങ്ങളും ഇതിനകത്ത് ഇരിപ്പുണ്ട്. എവിടെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പിടിക്കുമോ? എടി തൊടൂല. ഞാനും കാണിച്ചു തരാടി, ഞാനും കാണിച്ചു തരാം. അവിടെ എന്റെ നിന്ന് വാങ്ങിച്ച് പിടിക്കാം. നമ്മള് എവിടെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഈ അനുഭവം
വെച്ചോണ്ട് അവള് എത്ര കാലമായി നീ പറയണേ? മക്കളെ 10-25 കൊല്ലാവോടാ. ഓടി എടാ, ഇത് കൂടി വന്നാ 10-15 കൊല്ലം. ഒന്നും അത്രയും കാലം ഇരിക്കില്ല. അഥവാ ഇരിക്കണമെങ്കിൽ തന്നെ നല്ല ലായനിയിൽ ഇട്ട് വയ്ക്കണം. ഇപ്പോ ഏറിപ്പോയ 5-6 വർഷം. ഇത്രയും ചെറിയ കാര്യത്തിനാണ് നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. മാമി, ഞാൻ പോണ്. നില്ലടാ ചെറുക്ക, നില്ല്. ഈ പൂവൻ മരുന്ന് എടാ താഴ ഈ ഇഞ്ചിക്കറി ഉണ്ടല്ലോ, നീ ഇത്തിരി കൊണ്ടുവന്ന് ശാരദയ്ക്ക് കൊടുറാ. കേശവേട്ടൻ തന്നെന്ന് പറഞ്ഞാ മതി. നില്ലടാ. ഞാൻ പോണ്. എന്തൊരു ചെറുക്കനടിയാ ജാനകി. എടി കേശവേട്ടൻ വെച്ച ഇഞ്ചിക്കറി കൊള്ളാതെ നീ ഒന്ന് നോക്ക്. എടി ചൂടാണ് എടി, സൂക്ഷിച്ച്. വെള്ളാടി പിള്ളേരൊക്കെ ഇരുന്ന് നോക്കണടി. ഞാൻ അവർക്കും കൂടെ മക്കളെ, എന്റെ ഉണ്ണിമോനും പഠിച്ചുകൂടെ ഇന്ന് വരും. അവരൊക്കെ ആണെങ്കിൽ ഈ ഇഞ്ചി ഭയങ്കര ഇഷ്ടം. നിങ്ങളിരുന്ന് നോക്കിയല്ലേ, കൊള്ളാമോന്ന് ഒന്ന് നോക്കണേ മക്കളെ. ചൂടാണ് കേട്ടോ. നോക്കണ്ടടി, താരാണ് കൊതിയോടുകൂടി. മനസ്സിലായി. ഓ, നീ ഉണ്ടാകൂടാ മോനെ. നോക്കടാ, ഇഞ്ചിക്കറി കൊള്ളാൻ നോക്കടാ. ഇല്ല കേട്ടാ. ഇതങ്ങോട്ട് എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കണം. എല്ലാവർക്കും കൊടുക്കണം. നീ ഇതൊക്കെ എടുത്ത് നോക്കിയ ജാനകി. എടി എടി, നീ തന്ന ലേസ്, ആനവാലിന്റെ മോതിരം, നഖം വെട്ടി, ഇതൊക്കെ ഞാൻ ഇതിനകത്താ സൂക്ഷിച്ചേക്കണത്. നീ ഇത് കാണലെന്ന് പറഞ്ഞാലടി ഞാൻ നിന്റെ അടുത്ത് തുടരുത് തുടരുതെന്ന് പറയണത്. എനിക്കാണെങ്കിൽ ചങ്കിയാവും നീ ഇതൊക്കെ കണ്ട. ഇതൊക്കെ എടുത്ത നീ തന്നതല്ലേടി ജാനകി. നീ ഇപ്പൊ അതിനകത്ത് പോയി പിള്ളേരിപ്പൊ വരും കേട്ടാ. നീ വെക്കടി, നീ അതിനകത്ത് വെക്കടി. പിള്ളേര് വന്നാലേ നാണക്കേടാണ് പെണ്ണെ. നീ വെക്ക, എല്ലാം വെച്ചിട്ട് ഏതായാലും മടിച്ച് അവിടെ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചല്ലേ. മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഇത് കേശവൻ ജാനകി. ഇവർക്ക് 2 മക്കളാണ്, ഉണ്ണി മണിച്ചി. മണിച്ചിക്ക് വേറെ പേരുണ്ട്, അർച്ചിത. അർച്ചിത കേശവൻ. ഞാനും ഉണ്ണി മണിച്ചൊക്കെ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. എനിക്കവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മണിച്ചോടും അവളോട് കുറെ കൂടുതൽ. കേശവന്മാരും ജാനകിയമ്മയും മിക്കവാറും ദിവസങ്ങളിൽ ഇതുപോലെ ഉണ്ണി മണിച്ചി പറഞ്ഞ കാത്തിരിക്കും. ഇന്ന് ഉണ്ണിയെ കൊച്ചിന്റെ പിറന്നാളാണ്.
കഴിഞ്ഞ ഓണത്തിനും ബക്രീദിനും അങ്ങനെ വിശേഷപ്പെട്ട പല ദിവസങ്ങളിലും അവരിതുപോലെ കാത്തിരിക്കും. മുമ്പൊക്കെ ഞാൻ ചോദിക്കുകയായിരുന്നു, മാമ ഒരു മൊബൈൽ ഫോണൊക്കെ എടുത്തെങ്കിൽ നിങ്ങൾക്ക് കണ്ടൊക്കെ സംസാരിക്കാനാണ്. എൻ്റെ അടുത്ത് നല്ല മൂഡിലാണെങ്കിൽ മാമ പറയും, ഉണ്ടാകുക ഈ കത്തൊക്കെ എഴുതുന്നതിന്റെ സുഖം ഈ മുന്ത്രാണ്ടത്തിൽ കിട്ടൂടാണ്. എന്നാലും അവർ ഇത്രയും കത്തയച്ചിട്ടും ഒരു കത്ത് പോലും അവർക്ക് തിരിച്ചയക്കാൻ തോന്നിയില്ല. മാമനും മാമി എന്താണ് വിചാരിക്കണത്? അവർക്ക് തിരക്കായതുകൊണ്ടാണ്, ഭയങ്കര ജോലിയാണ്, സമയമില്ലാത്തതുകൊണ്ടാണൊക്കെയാണ്. സമയമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. ജനിപ്പിച്ച തന്തേനെ തള്ളേനും ഒരു നോക്കുന്നു വന്ന് കാണാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചു മുമ്പ് മണിച്ചൊരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഫേസ്ബുക്ക് എടുത്തേ, ഫോൺ എടുക്ക്. എല്ലാവരും എടുത്തേ, ഫോൺ എടുക്ക്. എല്ലാവരും എടുക്ക്, ഫോണുള്ള എല്ലാവരും എടുക്ക്. എല്ലാവരും ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തേ. എടുത്തോ? കയ്യിൽ ഫോണുള്ള എല്ലാരും എടുക്ക്. സംശയം ഉണ്ടെങ്കിൽ കണ്ടു നോക്ക്. അർച്ചിത കേശവ് TVM ARCHITHAKESHAB TVM ടൈപ്പ് ചെയ്തോ? അർച്ചിത കേശവ് TVM. എല്ലാരും കൂടി അവിടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഇവിടെ രണ്ട് പാവങ്ങള് വിമാനമൊക്കെ ഇറങ്ങി സാധനമൊക്കെ എടുത്ത് അവർ വണ്ടിയൊക്കെ പിടിച്ചിട്ട് വരണ്ടേ? അവർ വരൂടി. അതൊന്നും വേണ്ട. കുഞ്ഞിലെ കൊച്ചിന്റെ ചെമ്മാടല്ലേടി, അവര് വരും. Yeah.